മരണസംഖ്യ സംബന്ധിച്ച വിവരങ്ങൾ, അതോടൊപ്പം മലയാളികളുടെ വിശദാംശങ്ങൾ. അഭിലാഷ്, കുവൈറ്റ് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ആശങ്കയും പരിഭ്രാന്തിയും ഉയർത്തുന്ന മണിക്കൂറുകൾ തന്നെയാണ് ഇപ്പോഴും കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ നിമിഷത്തിലും മരണസംഖ്യ ഉയരുന്നു എന്ന വാർത്തയാണ് റിപ്പോർട്ട് ചെയ്യാനുള്ളത്. ഈ ബുള്ളറ്റിൻ ആരംഭിക്കുമ്പോൾ 13 മലയാളികൾ മരിച്ചു എന്ന വാർത്തയായിരുന്നു നമ്മൾ പങ്കുവച്ചത്. എന്നാൽ അത് ഒരു മരണം കൂടെ റിപ്പോർട്ട് ചെയ്തു എന്ന് അഭിലാഷ് തന്നെ പറയുകയുണ്ടായി. ഏറ്റവും ഒരു യുവാവായ, ജീവിതത്തിലേക്ക് നടന്നു കയറുന്ന പ്രായത്തിലുള്ള ശ്രീഹരി, കോട്ടയം സ്വദേശിയായ ശ്രീഹരിയാണ് മരണപ്പെട്ടിരിക്കുന്നത്. 14 മലയാളികളെയാണ് ഇതിനോടകം തിരിച്ചറിഞ്ഞിരിക്കുന്നത്. നമ്മളോട് സംസാരിക്കുന്നവരെല്ലാം തന്നെ, കുവൈറ്റിൽ നിന്ന് സംസാരിക്കുന്നവരെല്ലാം തന്നെ ഇനിയും മലയാളികളുടെ മരണസംഖ്യ ഉയരാനുള്ള സാധ്യത തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഏതാണ്ട് 25ഓളം മലയാളികൾ ഇതുമായി ബന്ധപ്പെട്ട അപകടത്തിൽ തന്നെ പെട്ടിട്ടുണ്ട് എന്ന വിവരങ്ങളും കണക്കുകളും തന്നെയാണ് പുറത്തു വരുന്നത്. ഒപ്പം 49 മരണമാണ് ഇതിനോടകം തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. ആ 49 എണ്ണത്തിൽ 42 എണ്ണവും ഇന്ത്യക്കാരാണ്. അതിൽ ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് 14 മലയാളികളാണ്. പത്തനംതിട്ട, കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, കോട്ടയം, കൊല്ലം ഉൾപ്പെടെ 6 ജില്ലകളിൽ നിന്നുള്ളവരാണ് മലയാളികളാണ് മരിച്ചിരിക്കുന്നത്. പത്തനംതിട്ടയിൽ നിന്ന് 4 പേർ, കൊല്ലത്ത് 3 പേർ, മലപ്പുറത്ത് 2 പേർ, കാസർഗോഡ് 2, കണ്ണൂർ 1, കോട്ടയത്ത് 2. ഇങ്ങനെയാണ് മരണനിരക്ക്. ഈ മരണനിരക്ക് ഇനിയും ഉയരാനുള്ള സാധ്യതയുണ്ട്. ഒപ്പം തന്നെ പരിക്കേറ്റവരുടെ നില എന്ന് പറയുന്നത്, പരിക്കേറ്റവരും ഏറ്റവും അധികം മലയാളികൾ ആണ് എന്ന വിവരമാണ് പുറത്തുവരുന്നത്. 30നും 50നും ഇടയിൽ മലയാളികൾക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഇവർ 5 പേർ ഇതിൽ 5 ആശുപത്രികളിലായി ഇവർ ചികിത്സയിൽ തുടരുന്ന സാഹചര്യം കൂടിയുണ്ട്. കൂടുതൽ പേരുടെ പരിക്കേറ്റവരുടെ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേരുകൾ പുറത്തു വരുന്നുണ്ട് എങ്കിൽ കൂടിയും ഔദ്യോഗികമായി സ്ഥിരീകരിക്കാത്തതുകൊണ്ട് നമുക്കത് അക്കാര്യങ്ങൾ വെളിപ്പെടുത്താൻ സാധിക്കുകയില്ല. ഏതായാലും മരണസംഖ്യ ഇനിയും ഉയരാനുള്ള സാധ്യതയാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. ഏതായാലും ഇന്നലെ പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ അടിയന്തര യോഗം ചേരുകയും വിദേശകാര്യ സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ് കുവൈറ്റിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇന്ത്യൻ എംബസി അടിയന്തരമായ ഇടപെടലുകൾ നടത്തുകയും പ്രധാനമന്ത്രി സഹായം, അതായത് ഈ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് സഹായധനം പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഏതായാലും ഇന്ന് രാവിലെയോടുകൂടി തന്നെ കീർത്തി വർദ്ധൻ സിംഗ് അവിടെ എത്തുകയും അതിനുശേഷം മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. നമ്മൾ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തു, ഇതിൽ മരണം സംഭവിച്ചിരിക്കുന്നത് പുക ശ്വസിച്ചതും ഒപ്പം തന്നെ തീ ആളിപ്പടർന്നതും മൂലമാണ്. പല മൃതദേഹങ്ങളും തിരിച്ചറിയാൻ പറ്റാത്ത തലത്തിൽ ഉള്ളതാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. അവ തിരിച്ചറിയാനുള്ള കാലതാമസം എടുക്കുന്നു എന്നാണ് കുവൈറ്റിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതിനുള്ള നടപടിക്രമങ്ങൾ കുവൈറ്റിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി കൂടെ എത്തുന്ന ഒരു സാഹചര്യത്തോടുകൂടി ഇത് കൂടുതൽ കൂടുതൽ വേഗതയിൽ ഇത് പുരോഗമിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. വിദേശ മന്ത്രി ജയശങ്കർ കുവൈറ്റ് വിദേശകാര്യ മന്ത്രിയുമായി സംസാരിക്കുകയും സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ചെയ്തു. മൃതദേഹങ്ങൾ അടിയന്തരമായി നാട്ടിലെത്തിക്കുന്നതിനു വേണ്ടി വ്യോമസേനയുടെ വിമാനം തന്നെ തയ്യാറായിട്ടുണ്ട്. ഏതായാലും പോസ്റ്റ്മോർട്ടം നടപടികളും മറ്റു നടപടിക്രമങ്ങളും പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും കുവൈറ്റിൽ നിന്ന് ഈ മൃതദേഹങ്ങൾ എത്തിക്കുക. അപ്പോഴും ആശങ്കയുണ്ട്. കാരണം ഇനിയും മലയാളികളുടെ മരണസംഖ്യ ഉയരാനുള്ള ഒരു സാധ്യതയാണ് ഉള്ളത്. ഏതായാലും ഇന്നലെ ഉച്ചയ്ക്കാണ് ഈ ഒരു ദുരന്തം ഉണ്ടായത്. അപ്പോൾ മുതൽ തന്നെ ആശങ്കയുടെ ഒരു മണിക്കൂറുകളിലൂടെയാണ് കേരളക്കര കടന്നുപോകുന്നത്. ആ ആശങ്കയുടെ മണിക്കൂറുകൾ തന്നെയാണ് ഇപ്പോഴും വർദ്ധിച്ചു വരുന്നത്. ഒപ്പം ഈ തീപിടുത്തത്തിന്റെ ഒരു കാരണം അതെന്താണ് എന്നത് സംബന്ധിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുവൈറ്റ് അമീറാണ് ഈ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രധാനമായും കുവൈറ്റ് അമീറാണ് ഈ അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒപ്പം അന്വേഷണം നടന്ന് അതിന്റെ റിസൾട്ട് വരുമ്പോൾ മാത്രമാണ് എന്തായിരുന്നു യഥാർത്ഥത്തിൽ അപകടത്തിലേക്ക് നയിച്ചത്, ഈ കെട്ടിടത്തിൽ അനധികൃതമായാണോ ആളുകളെ താമസിപ്പിച്ചത്, കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയിരുന്നില്ലേ എന്നതിലൊക്കെ വ്യക്തത കൈവരേണ്ടതുണ്ട്. പക്ഷേ ഈ മണിക്കൂറുകളിൽ കേരളക്കരയെ ഒന്നാകെ വേദനയിലാഴ്ത്തുന്നത് ഈ ദുരന്തത്തിൽ മരിച്ച മലയാളികളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ മലയാളികളുടെ മരണസംഖ്യ 14ആയി ഉയർന്നിരിക്കുന്നു. അപകടത്തിൽ ആകെ 49 പേർ മരിച്ചതായാണ് വിവരം. ഇതിൽ 41 പേർ ഇന്ത്യക്കാരാണ് എന്നത് ഞെട്ടിക്കുന്ന ഒന്നാണ്. 26 പേരുടെ മൃതദേഹം ആണ് ഇപ്പോൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. അതിൽ ആണ് 14 പേർ മലയാളികൾ. നടക്കുന്ന